നമസ്കാരം. റിവിഷൻ ചെയ്യാൻ മടിയുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും റിവിഷൻ ചെയ്യാൻ മടിയാണ് അല്ലേ? എന്നാൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം, റിവിഷൻ ചെയ്തില്ലെങ്കിൽ പരീക്ഷയിൽ നെഗറ്റീവ് അടിക്കും, അതുപോലെ നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കത്തുമില്ല. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും? റിവിഷൻ ചെയ്യുകയും വേണം, എന്നാൽ റിവിഷൻ ചെയ്യാൻ നല്ല മടിയുമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു എഫക്റ്റീവ് ടിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് മടി വരുന്നത്? ഒരാഴ്ചയിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നു, കുറേയധികം കാര്യങ്ങൾ പഠിച്ചു, ഇനി ഇതെല്ലാം ഞാൻ ഒന്നും കൂടെ വായിക്കണോ? ഒരു സൈഡിൽ നിന്നിരുന്ന് വീണ്ടും 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 നോക്കുകയാണ്. മടുക്കുന്നു, ബുക്കടച്ച് വയ്ക്കുന്നു, പ്രോപ്പറായിട്ടുള്ള റിവിഷൻ നടക്കുന്നില്ല, എക്സാം ഹോളിൽ പോകുന്നു, നെഗറ്റീവ് മാർക്ക് വരുന്നു, പരീക്ഷയിൽ ഫെയിലാകുന്നു. ഇതല്ലേ കുറേ നാളുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ചോദ്യങ്ങളൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, എന്നാൽ ഉത്തരം എഴുതാൻ കഴിയുന്നില്ല. അപ്പം തന്നെ തിരിച്ചറിയുന്നു, ഞാൻ റിവിഷൻ ചെയ്യാത്തതാണ്. വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുമെന്ന് പറഞ്ഞ് പഠനം ആരംഭിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? റിവിഷൻ ചെയ്യുന്നില്ല, ഫ്ലോപ്പ് ആകുന്നു. അപ്പോൾ ഈ റിവിഷനെ ഇത്രത്തോളം ഒരു പേടിയോടെ കാണുന്നത്, അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുന്നതിനെ ഒരു മടിപ്പോടെ കാണുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം വരുന്നത്. ഈ റിവിഷനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഒരു ഷോർട്ട് കട്ടിലൂടെ നിങ്ങളൊന്ന് നേടാൻ നോക്കിക്കേ. വളരെ എളുപ്പമാണ് ഈ റിവിഷൻ എന്ന് പറയുന്നത്. അതിനുള്ളൊരു മെത്തേഡാണ് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, റിവിഷന് വേണ്ടിയിട്ട് ഒരു റിവിഷൻ ബുക്ക് വാങ്ങുക. റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിവിഷൻ ബുക്ക് സെറ്റ് ചെയ്യുക. ഒരു നോട്ടീസ് ബുക്കോ നിങ്ങളൊരു പേപ്പറോ എന്താണ് നിങ്ങൾ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു റിവിഷന് വേണ്ടിയിട്ടൊരു റിവിഷൻ ബുക്ക് നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഡെയിലി പഠിക്കുമല്ലോ. ഡെയിലി പഠിക്കുമ്പോൾ വായിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ തയ്യാറാക്കി ആ റിവിഷൻ ബുക്കിൽ എഴുതി വയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ചോദ്യങ്ങൾ തന്നെ ഒരു PSC ക്വസ്റ്റ്യൻ ഇടുന്ന ആളാണ് ഞാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളൊന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. 1 വേർഡ് ചോദ്യങ്ങൾ മതി. 1 വേർഡ് ചോദ്യങ്ങൾ, ഓപ്ഷൻ ഒന്നും വേണ്ട. ജസ്റ്റ് ആ ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുമല്ലോ വായിക്കുമ്പോൾ ഇത് പരീക്ഷയിൽ ചോദിക്കും, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്ന് ഞാൻ എവിടെയോ കേട്ടു, അങ്ങനെയൊക്കെ തോന്നുന്ന ഭാഗങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് കുറച്ച് മറന്നു പോകുന്ന കാര്യങ്ങൾ, വർഷങ്ങൾ, ഇങ്ങനത്തെ എല്ലാം എന്ത് ചെയ്യുക, ചോദ്യങ്ങളായിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം ഒരാഴ്ച വരുമ്പോൾ ഒരു റിവിഷൻ ഡേ സെറ്റ് ചെയ്യുക. ഒരു സൺഡേയോ സാറ്റർഡേയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ദിവസം റിവിഷൻ ഡേ, ഒരാഴ്ചയിൽ മതി. ഒരാഴ്ചയിൽ നിങ്ങളൊരു റിവിഷൻ ഡേ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരാഴ്ചയിൽ ആ ബുക്ക് എടുക്കുമ്പോൾ പിന്നെ നിങ്ങൾ പിറ്റേ ദിവസം എടുത്തിട്ട് തലേ ദിവസം എഴുതിയ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട. ഒരാഴ്ചയിൽ ഓരോ ദിവസം ഇങ്ങനെ എഴുതി ഒരാഴ്ചയോളം ഒരു 100 ചോദ്യങ്ങൾ അടുപ്പിച്ച് നിങ്ങൾക്ക് സെറ്റാവും. അതിനുശേഷം ആ ആഴ്ച എൻ്റെ റിവിഷനാണ് എന്ന രീതിയിൽ അങ്ങോട്ട് ഇരുന്നിട്ട് ആ ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം കണ്ടെത്താൻ നോക്കിക്കേ. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള റിവിഷൻ മെത്തേഡാണ്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാത്തിനൊന്നും ചിലപ്പോൾ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ആദ്യത്തെ ദിവസം പഠിച്ചതൊക്കെ ചിലതൊക്കെ മിസ്സായിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് 100-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് നോക്കുക. എവിടേക്കാണ് ഉത്തരങ്ങൾ കിട്ടാഞ്ഞത് ആ ഭാഗങ്ങൾ പോയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കുന്ന ഭാഗമായിരിക്കാം, ചിലപ്പോൾ ഒരു റാങ്ക് ഫയലായിരിക്കാം, ചിലപ്പോൾ യൂട്യൂബ് ക്ലാസ് ആയിരിക്കും, എവിടെയാണോ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ തെറ്റിയ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. ശരിയായത് നിങ്ങൾ വായിക്കണ്ട, ശരിയായത് നിങ്ങളുടെ ഓർമ്മയിൽ ഉള്ളതാണ്. തെറ്റിയ ഭാഗങ്ങളാണ് നിങ്ങളുടെ ഓർമ്മയിൽ ഇല്ലാത്തതല്ലേ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ആ തെറ്റിപ്പോയ ഭാഗം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വായിച്ച് പഠിച്ചാൽ മതി. ഇങ്ങനെ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. പ്രോപ്പറായിട്ടുള്ള റിവിഷൻ നടന്നു പോകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒരു റിവിഷൻ മെത്തേഡാണ്. അതിലും നല്ലതാണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ചോദ്യങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചിട്ട് റിവിഷൻ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളിനി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു റിവിഷൻ ബുക്ക് വാങ്ങിച്ച് പഠിച്ച ഭാഗങ്ങളുടെ ചോദ്യങ്ങൾ തയ്യാറാക്കി ഒരാഴ്ചയിൽ ഒന്ന് എഴുതി നോക്കുകയും വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെബ്കോ LDC, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ വഴിയും ടെലിഗ്രാം ചാനൽ വഴിയും ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്